വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പെരന്റെ പണി കഴിഞ്ഞിട്ടാണ് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം മാഷാഅല്ലാഹ് നമ്മളെ പെരന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിൽ ഒരു ബെഡ്റൂമേ ഇപ്പം ഉണ്ടായിട്ടുള്ളൂ. തൽക്കാലത്തേക്ക് നമ്മൾ പെട്ടെന്ന് കൂടിയതാണ്. അത് എൻ്റെ ബെഡ്റൂമാണ്. മംഗലത്തിൻ്റെ സമയത്ത് എല്ലാം ഫുള്ള് വൃത്തിയാക്കുന്നതുകൊണ്ട് റൂമിൻ്റെ ഉള്ളിൽ ഫുള്ള് കച്ചറയാണ്. ഈ റൂം പൂട്ടിക്കൊണ്ട് അത്ര പൊടിയും കാര്യമൊന്നുമില്ല. റൂം പൂട്ടിയിട്ടിട്ടുണ്ടായതാണ്. ഫുള്ളും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഫുള്ളും വീടിൻ്റെ പണി പെരൻ്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് കൂടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ കൂടിയാലുള്ള കഷ്ടപ്പെടാനുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്നുള്ള സാഹചര്യം കൊണ്ട് നമ്മൾ ബിയം കൂടിയതാണ്, പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം വയറിങ് ചെയ്യുന്നതാണ്. അതാണ് ഈ കാണുന്ന കച്ചറെല്ലാം. വയറിങ് ചെയ്യുമ്പോൾ തിരക്കുമ്പോൾ പറ്റ പൊടി തന്നെ ആയിരിക്കുമല്ലോ, നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഇതൊരു ബെഡ്റൂമാണ്, ഇത് കപ്പാടാണ്, വീട് ഉണ്ടായതാണ്. പിന്നെ ഇത് ഇവിടെ വെക്കേണ്ട കട്ടിലയാണ്. കിച്ചണും നമ്മൊന്നും കാണിച്ചു തന്നിട്ടില്ല നിങ്ങൾക്ക് ഇതുവരെ. ഇതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടായത് കിച്ചണ്. ഇത് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഉപയോഗിച്ചത് ഈ സ്റ്റോർ റൂമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടായത്. ഇവിടെയാണ് ഫുഡെല്ലാം ഉണ്ടാക്കലെല്ലാം. ഇതിപ്പം അടുത്ത് കൂട്ടിയെടുത്തതാണ്. ഇത് കിച്ചണ്. അങ്ങോട്ട് ഉമ്മ ഷാൾ ഇട്ടിട്ടില്ല, അതാണ്. ഇത് ഒരു ബാത്റൂം, ഇത് ഒരു ഹെഡ്, ഇതൊരു വരാന്തയാണ്. നമ്മൾ കാണിച്ചിട്ടുണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ പണി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ളും കച്ചറിയായിട്ട് പൊടിയായിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല ഉള്ളിലൊന്നും. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം. 2 ദിവസത്തെ പണിയുണ്ടെന്നാണ് പറഞ്ഞത്. നോമ്പാകുമ്പോൾ ഇൻഷാല്ലാ എല്ലാം റെഡിയാക്കണം എന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് നോക്കാവുമെന്ന് അറിയില്ല. അപ്പോൾ ഏണിക്കൂടും കെട്ടിയിട്ടുണ്ടായിട്ടില്ല. 3 വരി കെട്ടിയിട്ട് നമ്മൾ ഷീറ്റ് ഇട്ടതാണ്. സ്റ്റെപ്പിനൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല. ഇത്ര ഭാഗത്തെ നമ്മൾ ടൈൽസ് ഇട്ടിട്ടുണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ കുടിയാതെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. പണിയെല്ലാം കഴിഞ്ഞ് ഫുള്ള് ഒരുങ്ങിയിട്ട് കുടിയാകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ആ കെട്ടിയ ഭാഗവും കൂടി പൊട്ടായി പോകും. ഇപ്പം നമ്മൾ സോഫ എന്ന് പറയുന്നത് ബിയം പോയി 2 വർഷം ആവണം അത്ര നമ്മൾ കുടിയായിട്ട്. ആ സമയത്ത് നമ്മൾ അങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ബിയം കുടിയായതാണ്. ഫുള്ളും കെട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഇപ്പോൾ കൂട്ടിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് നന്നായി പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് എന്താക്കാന്ന് വെച്ചെങ്കിൽ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം. 2ാമത്തെ ദിവസമാണ്. അങ്ങനെ പൈപ്പൊന്നും ഇട്ടിച്ചില്ല. ഇങ്ങനെ ബോർഡെല്ലാം വെച്ച് പൈപ്പ് ഇടണം. ഇത്ര പൈപ്പ് ഇത് വെച്ചിട്ടുണ്ട്. കിച്ചണാണിത്. ഈ പരുവത്തിലായി ഗൈസ്. വീട് അതുപോലെ തന്നെ എല്ലായിടത്തും ബോർഡെല്ലാം വെച്ച് ഇനി പൈപ്പ് ഇടേണ്ട ഒരു പണിയും കൂടി മാത്രമുണ്ട്. അതും കൂടി ആയെങ്കിൽ വയറിങ്ങിൻ്റെ പണി സെറ്റായി. ഇത് ഇവിടെ ഇവിടുത്തെ സ്വിച്ചിൻ്റെതാണ്, വാഷിംഗ് മെഷീൻ്റെതാണ്. ഇന്നലെ എല്ലാം വൃത്തിയാക്കി. ഇപ്പം ഇതൊന്നും കൂടി വൃത്തിയാക്കാനായിട്ടുണ്ട്. കോട്ട്ലബറിൽ അതുപോലെ തന്നെ ആയിട്ടുണ്ട്. റൂമിലും അതുപോലെ തന്നെ ബോർഡ് വെച്ച് എല്ലായിടത്തും പൈപ്പ് സെറ്റാക്കാനുണ്ട്. നമ്മൾ പെരക്കിയത് ഇതുപോലെ പാർപ്പ് അങ്ങനെ അതുകൊണ്ട് അത് കെട്ടാൻ വേണ്ടി സിമെന്റ് കെട്ടാന്ന് കേട്ടോ. നമുക്ക് ഇച്ചത് കല്ല് കീച്ചിട്ടില്ല. കല്ല് കിട്ടാനില്ല. സമരം എന്തോ ആയതുകൊണ്ട് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ വയറിങ്ങിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ ഇത് കെട്ടിയിട്ടായിട്ട് തേപ്പാണ്. ഇൻഷാല്ലാ എല്ലാം ആയാൽ മതി. എൻ്റെ ഉമ്മാൻ്റെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. എൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിന്. അത് ആർക്കും പറഞ്ഞാൽ അറിയൂല. അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മോടിപ്പാൻ ഉണ്ടാക്കിയൊരു പരിയാണിത്. ലോണാണ്, എന്നാലും എൻ്റെ ഉമ്മ കുറേ കഷ്ടപ്പെട്ടിന് ഇതിനും വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മാൻ്റെ ആഗ്രഹമാണ് ഇപ്പം ബാക്കിലും കൂടി പൂർത്തിയാവാൻ പോകുന്നത്. അങ്ങനെ ഇത് കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. പാത്രമെല്ലാം ഉണ്ട് അത്ര അവിടെ. പൊടിയെല്ലാം ആയതുകൊണ്ട് ഫുള്ള് പാതിയായിട്ട് കഴുകിയിട്ട് എടുത്ത് വെച്ച് അങ്ങനെ ഇടിപ്പോൾ നമ്മളിങ്ങനെ മുറ്റത്ത് നിൽക്കാന്ന്. ഇതൊന്ന് മീത്തിലേക്ക് എത്തിക്കണം എങ്ങനെയെങ്കിലായിട്ട്. ഉള്ളിലത്തെല്ലാം ഞാൻ എൻ്റെ ഉമ്മ ഇനിയനും കൂടിയിട്ട് തന്നെയാണ് ഉള്ളിൽ ഫുള്ള് വൃത്തിയാക്കിയതിന്. അപ്പുറത്തെ റൂമിലൊരു കപ്പാടെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടിപ്പത്തേക്ക് എത്തിച്ചത് നമ്മ തന്നെയാണ്. വേറെ ആരും ഉണ്ടായിട്ടില്ല. സഹായത്തിന് വേറെ ആരും ഉണ്ടായിട്ടില്ല. നമ്മ തന്നെയാണ്. അങ്ങനെ നമ്മൾ പെരയിലത്തെ കട്ടില ഊരി. ഈടെ ഒരു കട്ടില ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതാണ് ഊരി. ഈടെ വെക്കേണ്ട കട്ടില് എന്തോ ബെൽഡായിപ്പോയി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ശരിയാക്കണം. ആശാരിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയായി. എന്തോ ആക്കുമ്പോൾ പൊടി തന്നെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മീത്ത പാർപ്പും കെട്ടി ഇപ്പം സ്റ്റെപ്പ് കിട്ടുന്നുണ്ടെന്ന്. നമ്മളിത് തേപ്പെല്ലാം കഴിഞ്ഞ് അതിന് ഉള്ളിലുണ്ട് കേട്ടോ തേക്കാൻ. പുറലിൽ ഇതാ തേച്ച് ഫുള്ള് ഫിനിഷായി.
ഇത് കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമായി. നല്ല നല്ല ഉണ്ട് തേച്ചിട്ട് എല്ലായിടത്തും തേച്ചതാ. ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി ഉള്ളിലുണ്ട് തേക്കാന്. ഉള്ളില് തിങ്കളാഴ്ച തേക്കുന്ന പറഞ്ഞത്. അപ്പം ഒന്ന് ആയി കിട്ടിയാൽ മതിയെന്ന് ഇപ്പൊ വിചാരിക്കുന്നത്. ഉള്ളിൽ അവർ തേക്കാനും വേണ്ടിട്ട് പലയെല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞ് കിട്ടിയാല് ഒരു സമാധാനം. അൽഹംദുലില്ലാ അങ്ങനെ നമ്മളെ പെരന്റെ തേപ്പെല്ലാം കഴിഞ്ഞ് എല്ലാം ചുറ്റും കംപ്ലീറ്റ് ആയി. ഒന്ന് ആയി കിട്ടിയാൽ മതിയേനു. ഇത്ര നാൾ ഇത്ര ഇതിലുണ്ടായത്, അതായത് ഒരു ബെഡ്റൂം ഹാള് ഇങ്ങനെ ഉണ്ടായി. ഇപ്പൊ ഇത് തേക്കുന്നായോണ്ട് ഇതാണ് ഇപ്പോഴത്തെ പെരന്റെ ഉള്ളിലത്തെ അവസ്ഥ. ഒന്ന് ഇന്നെല്ലാം മോചനം കിട്ടണമെങ്കിൽ ഇതൊന്ന് കംപ്ലീറ്റ് ആവണം. ഒന്ന് ആയി കിട്ടിയാൽ മതിയെന്ന് ഇപ്പൊ വിചാരിക്കുന്നു. കുറെ നാള് കുറെ കഷ്ടപ്പെട്ട് അങ്ങനെ. ഇതിപ്പോ ഇനി വെള്ളം വലിക്കാനാണ് നമ്മൾ പോകുന്നത്. അത് അതിന്റെ ഇങ്ങനെ തന്നെ വലിക്കാന്ന് വെച്ചിട്ടാണ്. വേറെ ആരും ഇല്ല വലിക്കുന്നത്. അപ്പൊ നമ്മ തന്നെ വലിക്കാന്ന് വിചാരിച്ചു. നമുക്ക് നമ്മ തന്നെയല്ലോ. അപ്പൊ അങ്ങനെ വലിച്ചെടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ വലിക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടായിട്ട് വെള്ളം വലിച്ച് കഴിഞ്ഞിട്ടാണ് ടൈൽസിന്റെ പണി. ടൈൽസിന്റെ പണി കഴിഞ്ഞിട്ടായിട്ട് ബാക്കിയില്ലെല്ലാം ചെറുതാ ഒന്ന് വീണ് നോക്കണിട്ടുണ്ട്. ഇന്ന് ടൈൽസ് നോക്കാൻ നമ്മ പോയിനി. നമ്മളെ റൂമിന്റെ പണി ഇതാ വെള്ളം വലിച്ച് കഴിഞ്ഞ്. എന്റെ അനിയൻ തന്നെയാണ് കേട്ടോ വലിച്ച് സെറ്റാക്കിയത്. മോൻ തന്നെയാണ് സെറ്റാക്കിയത്. ഇപ്പം വീട് ആക്കുന്നുണ്ട്. മോനുണ്ട്. ഇതെന്റെ അനിയനാണ് ഇവിടെ കൊടുക്കുന്നുള്ളത്. ഇവിടെ ഇത് അരച്ചിട്ട് കുറച്ച് പാടുണ്ട് അവിടെ തേക്കാൻ വേണ്ടിട്ട്. ഇവിടെ മുന്നേ ചുമലുണ്ടായതാണ്. ഉമ്മാവുണ്ട്, എല്ലാരും ഉണ്ട് തേക്കാന്. അങ്ങനെ ആയിക്കൊണ്ടുണ്ട്. അങ്ങനെ നമ്മൾ പെരക്കേക്ക് ഇടാൻ്റെ ടൈൽസ് കേക്കാന്ന് അമ്മ മുന്നേ സെലക്ട് ആക്കി. അവര് രാത്രി വന്ന് കേച്ചെന്ന് നമ്മൾ ടൈൽസിന്റെ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാ, സന്തോഷമായി എന്ന് പറയാനില്ല. അന്ന് ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളിപ്പോ ഒരേല് ടൈൽസ് ഇട്ട്. മാഷാ അല്ലാ മാഷാ അല്ലാ. ടൈൽസിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല, ഏകദേശമായി. ഇനി കരലിന് വെക്കാനുണ്ട്. കിച്ചണ് ഇന്നിട്ടത്ര. മാഷാ അല്ലാ നല്ലുണ്ട്. സ്റ്റോർ റൂമിലിട്ട് അടലിലോട്ട് നമ്മളെ പെരന്റെ പണി കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ്. ടൈൽസിന്റെ പണി ഉള്ളിലെല്ലാം കഴിഞ്ഞ്. ഇതിന് കുറച്ചും കൂടി ഉണ്ട്. മാഷാ അല്ലാ നല്ല ഉണ്ട്. ഇട്ടിട്ട് കാണാൻ ഇനി ഏണിക്ക് ഇടാനുണ്ട് അത്ര. ഇടലായി നമ്മ ഇത് സീറ്റ് ആക്കിച്ചതാണ്. ഇടന് ഡോറിൽ വരാനുണ്ട് അത്ര. ഈടൊന്നും ആക്കിയിട്ടില്ല, ഈട മാത്രം ആക്കിയതാണ്. എന്താ വെച്ചെങ്കിൽ ആടെ ആക്കുമ്പോ പിന്നെ നമുക്ക് സ്പേസ് ഉണ്ടാവില്ല, കുറവായിരിക്കും. ഈടെ നോർമലി ചെറിയൊരു ടേബിൾ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ നോക്കട്ടെ. ഇതാ എല്ലായി. സ്റ്റോർ റൂമിലെല്ലാം ആയി. എന്താ മാഷാ അല്ലാ നല്ല ഭാഗമുണ്ട് ഇട്ട് കാണാം. ബാത്റൂമിലെല്ലാം ആയി ഇട്ടാണ് ഞാൻ രാവിലെ നല്ല കാണിച്ചത്. ഇവിടെ പിന്നെ നോർമൽ ടൈൽസ് ആണ് ഇട്ടത്. എന്താ വെച്ചെങ്കിൽ നമ്മ ഇതാണ് അധികം ഉപയോഗിക്കുന്നത്. അപ്പൊ അത്ര വലിയ വൈറ്റ് എടുത്തിട്ടില്ല. ഈ ഒരു ഷെയ്ഡാണ് എടുത്തത്. ചെപ്പിൾ ഉപയോഗിക്കുമ്പോൾ കറ പിടിക്കും. അപ്പൊ അത് തിരിയാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മ ഈ ഒരു ടൈൽസ് എടുത്തിന്. ഇവിടെ അധികം ഉപയോഗിക്കും. ഇവിടെയും ഇൻഷാല്ലാ തട്ടാക്കണം എന്നിട്ടുണ്ട്. ഇപ്പൊ ആക്കുന്നില്ല, ഇൻഷാല്ലാ ആക്കണമായിരിക്കാം. അപ്പൊ ഇതെല്ലാമാണ്. ഇനി ഏണിക്കുണ്ട് അത്ര. ഏണിക്ക് നാളെ തിങ്കളാഴ്ച വന്ന് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങള്. നമ്മളെ പേരിന്റെ ടൈൽസിന്റെ പണി മാഷാ അല്ലാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മ ചുമരിന് ഈ ഒരു കളറാണ് കേട്ടോ സെലക്ട് ചെയ്തത്. വൈറ്റ് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ വൈറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ വേറൊരു കളർ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം പിന്നെ ഇത് പിന്നെ നോക്കുമ്പോൾ നല്ല പാങ്ങുണ്ട്. അങ്ങനെ ഇതാണ് സെലക്ട് ആക്കിയത്. എല്ലാം ആയി. ഇനി പെട്ടിക്കൂടാക്കാനുണ്ട്. കിച്ചണിലും വരാണ്ടിയിലും ചുമരിനെല്ലാം ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. മാഷാ അല്ലാ. അതിന് കുറച്ചും കൂടി പണിയുണ്ട്. ഇതിനെല്ലാം ഒന്ന് മിൻസാക്കണം. ഇങ്ങനെ കരയിൽ ഒട്ടിക്കാനുണ്ട്. അങ്ങനെ നമ്മ ഈ റൂം വൃത്തിയാക്കിയിട്ട് ഡ്രസ്സും കപ്പാട്ടുന്നെല്ലാം വലിച്ചിട്ടിട്ട് ഇനി നല്ലതെല്ലാം എടുത്തിട്ട് മോശമെല്ലാം കുറെ ഉണ്ട് പയ്യതെല്ലാം കളയാന്. നോമ്പല്ലേ വരാൻ പോകുന്നു. അപ്പം ക്ലീൻ ആക്കാന്ന് വിചാരിച്ച്. ജനൽ വെക്കാനുണ്ട് അത്ര. ജനലിൽ കൊടുത്തിട്ടുണ്ട്, ആയിട്ടില്ല. പിന്നെ വരാന്തയിൽ ഗിൽസിനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗിൽസിന് കൊടുത്തിട്ടുണ്ട്. ഗിൽസും റെഡി ആയിട്ടില്ല. ബുധനാഴ്ച അങ്ങനെ എന്താകുമ്പോൾ റെഡി ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റോർ റൂമെല്ലാം ക്ലീൻ ആക്കി.
എന്റെ ഫ്രിഡ്ജിൽ ഇവിടെ കൊണ്ടുവച്ച് എല്ലാം ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. എത്ര എന്താ വെച്ചെങ്കിൽ ബാക്കി വേണ്ടാത്ത അളുവെല്ലാം ചാടി കുറെ നമുക്ക് ഫസ്റ്റ് ഒരു പെര ഉണ്ടായിരുന്നു. ആ പെര കുടിയാകുമ്പോൾ വാങ്ങിയ അളുവെല്ലാണ് അതെല്ലാം കളഞ്ഞിട്ട് പുതിയ അളുവെല്ലാം വാങ്ങിയിട്ട് കുറച്ചെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയും അളുവിലേക്ക് മാറ്റാനുണ്ട്. പാത്രമെല്ലാം പുതിയതെല്ലാം കൈ വെച്ചിട്ടുണ്ട്. കുറച്ച് കൈ വെച്ച് ഇനിയും ഉണ്ട്. അതെല്ലാം ഇൻഷാല്ലാ ഇവിടെ തട്ടായിട്ടാകുമ്പോൾ ഇവിടെ കബോർഡ് വെച്ചിട്ടാകുമ്പോൾ വീട് ആക്കാനുണ്ട്. പിന്നെ ഇവിടെയും ഒരു കബോർഡ് വരാനുണ്ട്. അതെല്ലാം ലാസ്റ്റ് ആണ്. അപ്പൊ സെറ്റാക്കും ഇൻഷാല്ലാ. ഇപ്പൊ ഇത്രയായി മാഷാല്ലാ. കൊറേ ആയി കിച്ചണൊന്നും ഇല്ലാണ്ട് കൊറേ ആയി കഷ്ടപ്പെടുന്നു. നമുക്ക് വരാൻ പുറത്തുണ്ടാക്കലാന്ന് ഉണ്ടായത് തിന്നാനെല്ലാം. ഇപ്പൊ മാഷാല്ലാ എല്ലാം ആയി. പിന്നെന്താ ഇൻഷാല്ലാ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സ്റ്റെപ്പിനിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് മേലോളം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ടൈൽസിന്റെ ഏകദേശം പണി കഴിഞ്ഞ സ്റ്റെപ്പിനെല്ലാം കഴിഞ്ഞതാ. മേലോളം ഇട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ വാതിൽ കൂട്ടാനുണ്ട്. അങ്ങനെ അതാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ജനല് കൂട്ടാൻ ജനലിന്റെ ആള് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം. എന്താ അങ്ങനെ നമ്മളെ പണിയെല്ലാം അൽഹംദുലില്ലാ മാഷാഅല്ലാ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വയറിങ്ങിന്റെ പണി അങ്ങനെ കുറച്ച് പണിയായില്ല. അപ്പൊ അങ്ങനെ പൊടി വാറാനൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ചെന്ന ക്ലീനിങ് തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഫസ്റ്റ് അറിയുന്ന തുടങ്ങാന്ന് വിചാരിച്ചു. അത്രക്കും പൊടി ഉണ്ടായിന്. പൊടി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കുറേ ആയാലും വൃത്തിയാക്കാത്ത പേരന്റെ പണി തുടങ്ങിയിട്ട് കുറേ ആയി നിർത്തി മെല്ലെ മെല്ലെ എടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ അതിന്റെ പൊടിയും കാര്യവും എല്ലാം ഉണ്ടായിന്. ഒന്നും വൃത്തിയാക്കിയിട്ടുണ്ടായിട്ട് അപ്പൊ അമ്മ ചെന്ന മൊത്തം വെള്ളം അടിച്ച് കഴുകാന്ന് വിചാരിച്ചിട്ട് എല്ലാം വലിച്ചിടാത്തൊന്നുമില്ല. എല്ലാം വലിച്ചിട്ട് പിന്നെ ഈ സാധനം എല്ലാം ഇനി പുറത്തേക്ക് ഇടണം. എല്ലാം പുറത്തിട്ടിട്ട് ഫുള്ള് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു. അപ്പുറത്തെ റൂമിൽ ഡ്രസ്സും കാര്യമെല്ലാം കൊണ്ടിട്ട് എനിക്ക് കപ്പാട്ടെന്ന് വേണ്ടതെടുത്ത് വേണ്ടാത്ത ചാട അങ്ങനെ വെച്ചിട്ടാന്നുള്ളത്. അപ്പോൾ റൂം ഫസ്റ്റ് വൃത്തിയാക്കി കഴിഞ്ഞെങ്കിൽ പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞല്ലേ. ഒരു ദിവസം എന്തായാലും വൃത്തിയാക്കാൻ കഴിയില്ല. ഒന്നാമത് കുഞ്ഞിണ്ടായതുകൊണ്ട് ഒരു ദിവസം തന്നെ ക്ലീനിങ് മൊത്തം നടക്കൂല. ഓരോ ദിവസമായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വൃത്തിയാക്കി വരാമെന്ന് വെച്ചിട്ടാന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇന്ന് റൂം വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ മുറ്റത്തെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട്. തുടച്ചിട്ട് കഴുകാനും വേണ്ടിയിട്ട് വേണ്ടതെല്ലാം എടുക്കാനും വേണ്ടത്തെല്ലാം ചാടാന്ന് വിചാരിച്ചു. പാത്രമായാലും എന്തായാലും ചെല്ല പഴയതായിട്ടുണ്ട്. അങ്ങ് എത്തിയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെ പണി നമുക്ക് തുടങ്ങാം. റൂമെല്ലാം ഇന്നലെ ക്ലീൻ ആക്കി. അപ്പോൾ ഇന്നലെ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും കുറച്ചെല്ലാം മടക്കിയാക്കാനെല്ലാം ഉണ്ട്. ഇന്ന് നമ്മ കുട്ടിലപ്പുറെല്ലാം സോഫ എല്ലാം വലിച്ചിട്ടിട്ട് പുറത്തിട്ടിന്. ഇതെല്ലാം തേച്ച് കഴുകണം. കുഞ്ഞിന്റെ സൈക്കിള് എല്ലാം പുറത്തിട്ട് കുറേ ആയി നമ്മ വീഡിയോ ഇട്ടിട്ട്. നമുക്ക് പേരന്റെ പണി നടക്കുന്നതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. പൊടിയും അത് ഇത് പണിക്കാറും കാര്യമെല്ലാം ആയിക്കൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ നേരം കഴിയുന്നുണ്ടായിട്ടില്ല. ഇൻഷാല്ലാ ഇനി നല്ലപോലെ വീഡിയോ ഇട്ട് തുടങ്ങണം. അപ്പൊ നമ്മളിപ്പം തേച്ച് കഴുകാന്ന് പേരൻ്റെ മൊത്തം തേച്ച് കഴുകാന്ന്. അപ്പുറം കുറച്ച് പണി ബാക്കിയുണ്ട്. അങ്ങനെ മാഷാഅല്ലാ അങ്ങനെ ഞങ്ങളെ പേരൻ്റെ വയറിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. പണിക്കാരൊന്നും ആവശ്യത്തിന് പുറത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. ഇനി കുറച്ച് പണി മാത്രമേ ഉള്ളൂ. ഇനി ബാത്റൂമിലെല്ലാം ക്ലോസറ്റ് സെറ്റാക്കണം, പൈപ്പും കാര്യം സെറ്റാക്കണം, പിന്നെ ജനല് ഗിൽസ് അങ്ങനെ കുറച്ചും കാര്യം, പിന്നെ ഈ കബോർഡ് ഒന്ന് സെറ്റാക്കണം. അങ്ങനെ കുറച്ച് പണി മാത്രമേ ഇനിയില്ല കേട്ടോ. അപ്പോൾ എന്ത് പറയണ്ടേ, ഇത് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്ന് വെച്ചാൽ കുറേ നാളെ കിച്ചണൊന്നും ഇല്ല, വെള്ളവും ഇല്ലാണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ട്. നമ്മൾ കുടിയാകുമ്പോഴേ നമുക്ക് കിച്ചണൊന്നും ഇല്ല, പെട്ടെന്ന് കുടിയായതാണ്. പിന്നെ അപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. അങ്ങനത്തെ സാഹചര്യത്തിലെല്ലാം കുടിയായതുകൊണ്ട് ഒന്നും ആക്കാൻ പറ്റിയിട്ടില്ല, കിച്ചണൊന്നും ഉണ്ടായിട്ടില്ല. വെള്ളവും അതും ഇതും ഇല്ലാണ്ട് കുറേ കഷ്ടപ്പെട്ട്. എൻ്റെ മംഗലത്തിൻ്റെ സമയമായിട്ട്, എൻ്റെ കുഞ്ഞിൻ്റെ പരിപാടിയായിട്ട്, ഞാൻ പ്രസവിച്ചിട്ട് കിടക്കുമ്പോഴായിട്ട്, പ്രഗ്നൻ്റ് ആയ സമയത്ത് എല്ലാം നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടീന്. നമ്മൾ എത്രയോ ആൾ കരയിപ്പിച്ചിന്, പുച്ഛിച്ചിന്, താക്കീന്, എല്ലാം ചെയ്തിന്. എന്നിട്ടും നമുക്ക് നമ്മളെ കൂടെ പഠിച്ചവനുണ്ട് എന്നാണ് ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിന്. ഇതെൻ്റെ ഉമ്മാൻ്റെ കഷ്ടപ്പാടാണ്. എൻ്റെ ഉമ്മ അത്രയും മീന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിന്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഉപ്പ ഇല്ല എനിക്ക്. ഉപ്പ ഉണ്ട് ഇല്ല എന്നല്ല, എന്നാലും എൻ്റെ ഉമ്മാൻ്റെ കഷ്ടപ്പാടെന്ന് വേണമെങ്കിൽ ഇത് പറയാം. എന്നുവെച്ചാൽ എൻ്റെ ഉമ്മ ഓടിയിട്ടും ചാടിയിട്ടും അതാക്കിയിട്ട് ഇതാക്കിയിട്ട് ഉണ്ടാക്കിയൊരു പെരയാണിത്. അതെൻ്റെ ഉപ്പാവും പറയും ഉമ്മാനോട്, നിൻ്റെ ഒറ്റ ഒരാളെ ഇതാന്ന് മുടുക്കാന്ന് എന്താ വെച്ചെങ്കിൽ ഈ ഒരു മുതുമൻ പെര. എന്നുവെച്ചാൽ എൻ്റെ ഉമ്മ അത്ര കഷ്ടപ്പെട്ടിനും വേണ്ടിയിട്ട്. കിച്ചണൊന്നും ഇല്ലാണ്ട് ഓരോരോ ഇങ്ങനെ ആൾക്കാരെല്ലാം വരുമ്പോൾ ഭയങ്കര നാണക്കേട്, ബേജാറ്. നമുക്ക് ഇവിടെ ഇരുത്താൻ സ്ഥലവും ഉണ്ടാക്കില്ല. അങ്ങനെല്ലാം ആണ് പോയിക്കൊണ്ടുണ്ടായി. ഇപ്പം മസാല എല്ലാം റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്.
ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എന്താ വെച്ചെങ്കിൽ ഇനി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹോം ടൂർ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുന്നതായിരിക്കും.